ഭീകരവാദം കൊണ്ട് ജമ്മു കശ്മീരിന്റെ വികസനം തടയാൻ കഴിയില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരർ പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ നൽകിയതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വികസന പദ്ധതികൾ രാജ്യത്തിന്റെ കരുത്ത് വർദ്ധിച്ചതിന്റെ തെളിവാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കശ്മീരിൽ ചെനാബ് പാലം രാജ്യത്തിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ലോകത്തെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ ആർച്ച് പാലം എന്ന വിശേഷണമുള്ള ചെനാബ് പാലമാണ് പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത്. കത്ര ശ്രീനഗർ വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് മോദി ഫ്ളാഗ് ഓഫ് ചെയ്തു. ജമ്മുവിലെ വിവിധ വികസന പദ്ധതികളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഓങ്കാരം ചൊല്ലി മാതാ വൈഷ്ണവദേവിയെ സ്തുതിച്ചാണ് പ്രധാനമന്ത്രി പ്രസംഗം തുടങ്ങിയത്. ഭീകരവാദം കൊണ്ട് ജമ്മു കാശ്മീരിന്റെ വികസനം തടയാൻ കഴിയില്ല എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഭീകരർ പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു. जिन लोगों की क्रॉस बॉर्डर फायरिंग में मृत्यु हुई है, उनके परिवार के सदस्य को कुछ दिन पहले ही नियुक्ति पत्र सौंपे गए. പഹൽഗാമിലെ കൂട്ടക്കൊല കാരണം സംസ്ഥാനത്തിന്റെ വികസനം മുടങ്ങില്ല. ഇത് തന്റെ വാഗ്ദാനമാണെന്നും അത് തടസ്സപ്പെടുത്താൻ വരുന്നവർക്ക് മോദിയെ നേരിടേണ്ടി വരുമെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. വികസന പദ്ധതികൾ രാജ്യത്തിന്റെ കരുത്ത് വർദ്ധിച്ചതിന്റെ തെളിവാണ്. ചെനാബ് പാലം പോലെയുള്ള വികസനങ്ങൾ ഭാരതത്തിന്റെ ശക്തിയുടെ പ്രതീകമാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ലോകത്തെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ ആർച്ച് പാലമായ ചെനാബ് രാജ്യത്തിന് അഭിമാനമാണ്. ആധുനിക കാലത്തെ നിർമ്മാണ അത്ഭുതങ്ങളിൽ ഒന്നായാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. നൂറ്റാണ്ടിന്റെ വിസ്മയമായ ശിവാലിക് താഴ്വരയിലെ കഠിന വഴികളിലൂടെ തീവണ്ടിപ്പാത നിർമ്മിക്കാൻ ഒരു നൂറ്റാണ്ട് മുൻപ് കശ്മീരിലെ രാജാക്കന്മാർ കണ്ട സ്വപ്നമാണ് മോദി സർക്കാർ യാഥാർത്ഥ്യമാക്കിയത്. ലോകത്തെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ ആർച്ച് പാലം എന്ന വിശേഷണമുള്ള ചെനാബ് പാലം പ്രധാനമന്ത്രി ത്രിവർണ പതാകയേന്തി നടന്ന് സന്ദർശിച്ചു. ജമ്മു കശ്മീരിലെ ഉധംപൂർ, ശ്രീനഗർ, ബാരാമുള്ള റെയിൽവേ ലിങ്ക് പദ്ധതിയുടെ ഭാഗമാണ് ചെനാബ് പാലം. വൈഷ്ണോദേവി ക്ഷേത്രം ഉൾപ്പെടുന്ന കത്ര പ്രദേശത്തേക്ക് ദിവസവും ഒട്ടേറെ ഭക്തരാണ് എത്തുന്നത്. ഇതുവരെ കാൽനടയായോ ബോട്ട് മാർഗമോ എത്തിയിരുന്നിടത്താണ് ഇനി ട്രെയിൻ എത്തുക. 272 കിലോമീറ്റർ ദൈർഘ്യത്തിൽ 38 തുരങ്കങ്ങളും 927 പാലങ്ങളുമുള്ള കശ്മീർ റെയിൽവേ പദ്ധതിയുടെ ഭാഗമാണ് ഈ പാത. ആധുനിക കാലത്തെ നിർമ്മാണ അത്ഭുതങ്ങളിലൊന്നായാണ് വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളുമായി കശ്മീർ താഴ്വരയെ ആദ്യമായി ബന്ധിപ്പിക്കുന്ന പാലം എന്ന സവിശേഷതയും ചെനാബ് പാലത്തിനുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത TV. കാനഡയിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയാണ് മോദിയെ ഉച്ചകോടിയിലേക്ക് ഔദ്യോഗികമായി ക്ഷണിച്ചത്. ക്ഷണം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് മോദി പറഞ്ഞു. ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധമടക്കം നേരത്തെ വെട്ടിച്ചുരുക്കിയിരുന്നു. ഇതിനിടെയാണ് കാനഡയിൽ നടക്കുന്ന G7 ഉച്ചകോടിയിലേക്ക് മോദിക്ക് ക്ഷണം ലഭിച്ചിരിക്കുന്നത്. ജൂൺ 15 മുതൽ 17 വരെയാണ് ഉച്ചകോടി നടക്കുന്നത്. പരസ്പരം ബഹുമാനത്തോടെയും പുതിയ വീര്യത്തോടെയും ഇരു രാജ്യങ്ങളും പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പലിശ നിരക്ക് കുറച്ചു റിസർവ് ബാങ്ക്. റിസർവ് ബാങ്ക് അടിസ്ഥാന പലിശ നിരക്ക് 0.5% കുറച്ചു. റിപ്പോ നിരക്ക് 0.5% കുറച്ചു. ഭവന, വാഹന വായ്പകളിലടക്കം പലിശ നിരക്ക് കുറയും. വീണ്ടും നിരക്ക് കുറച്ച് സാമ്പത്തിക വർഷത്തെ രണ്ടാമത്തെ പണനയം RBI പ്രഖ്യാപിച്ചു. അടിസ്ഥാന പലിശ നിരക്കായ റിപ്പോയിൽ 0.5% ഇളവാണ് പ്രഖ്യാപിച്ചത്. ഇതോടെ റിപ്പോ നിരക്ക് 5.50% പണപ്പെരുപ്പം കുറയുന്നതോടൊപ്പം വളർച്ചയ്ക്ക് മുൻഗണന നൽകേണ്ട സാഹചര്യവും കണക്കിലെടുത്താണ് തുടർച്ചയായി 3ാം തവണയും നിരക്ക് കുറയ്ക്കാൻ റിസർവ് ബാങ്ക് തയ്യാറായത്. വിപണിയിൽ പണലഭ്യത ഉറപ്പാക്കുന്നതിന് കരുതൽ ധനാനുപാതം 1% കുറച്ചു. നിലവിലെ 4%-ൽ നിന്ന് 3%-ആയാണ് താഴ്ത്തിയത്. 4 ഘട്ടമായാണ് ഇത് നടപ്പാക്കുകയെന്നും RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര പറഞ്ഞു. Temporary tariff relief and the optimism around trade negotiations. However, it is still high to weaken sentiments and lower global growth prospects. Accordingly, global growth as well as trade projections have been revised downwards by multilateral agencies. സെപ്റ്റംബർ 6, ഒക്ടോബർ 4, നവംബർ 1, നവംബർ 29 എന്നിങ്ങനെയാകും CRR കുറയ്ക്കുക.
കഴിഞ്ഞ 3 മാസമായി പണപ്പെരുപ്പം 4% എന്ന ലക്ഷ്യത്തിന് താഴെയായി തുടരുകയാണ്. വരും മാസങ്ങളിൽ പണപ്പെരുപ്പം കുറയാനുള്ള സാധ്യതയും RBI പരിഗണിച്ചു. ആഗോളതലത്തിൽ അനിശ്ചിതത്വം തുടരുന്നതിനാൽ സമ്പദ്ഘടനയ്ക്ക് അടിയന്തര ഉത്തേജനം നൽകേണ്ട സാഹചര്യം കൂടി കണക്കിലെടുത്താണ് തീരുമാനം. ഇതോടെ 3 തവണയായി റിപ്പോ നിരക്കിൽ 1% കുറവ് വരുത്തിയത്. വായ്പ, നിക്ഷേപ പലിശകളിൽ നിരക്ക് കുറവ് ഉടനെ പ്രതിഫലിക്കും. ന്യൂസ് ഡെസ്ക്, അമൃത TV. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പോരാട്ടം മുറുകുന്നു. പെൻഷനുമായി ബന്ധപ്പെട്ട് KC വേണുഗോപാൽ നടത്തിയ പരാമർശം ആയുധമാക്കുകയാണ് LDF. അതേസമയം സംസ്ഥാന സർക്കാരിനെയും മുഖ്യമന്ത്രിക്കെതിരായ ജനവികാരം വോട്ടാക്കി മാറ്റാൻ കഴിയുമെന്നാണ് UDF പ്രതീക്ഷിക്കുന്നത്. പ്രമുഖ വ്യക്തികളെ കണ്ടാണ് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. PV അൻവർ കൂടി കളത്തിലിറങ്ങിയതോടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. 3 മുന്നണികളും പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചാണ് പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. LDF സ്ഥാനാർത്ഥി M സ്വരാജ് എടക്കരയിലും NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ് ചുങ്കത്തറയിലുമാണ് പ്രചരണം നടത്തിയത്. പെരുന്നാളായതുകൊണ്ട് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് വീടുകൾ കയറിയുള്ള പ്രചരണം ഒഴിവാക്കി. പകരം പ്രമുഖ വ്യക്തികളെ നേരിൽ കണ്ടാണ് വോട്ട് അഭ്യർത്ഥിച്ചത്. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ നടത്തിയ പ്രസ്താവനയാണ് CPM പ്രധാനമായും ആയുധമാക്കുന്നത്. പെൻഷൻ ഗുണഭോക്താക്കളുടെ സംഗമം സംഘടിപ്പിച്ചാണ് മണ്ഡലത്തിലെ വിഷയം LDF സജീവമാക്കിയിരിക്കുന്നത്. അതേസമയം സംസ്ഥാന സർക്കാരിനെതിരായ വികാരം വോട്ടായി മാറുമെന്നാണ് UDF പ്രതീക്ഷ. മലപ്പുറത്തെ സംബന്ധിച്ച മുഖ്യമന്ത്രിയുടെയും CPM നേതാക്കളുടെയും പ്രസ്താവന തന്നെയാണ് UDFന്റെ മുഖ്യ പ്രചരണായുധം. വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കൾ മണ്ഡലത്തിലേക്കെത്തും. LDFന് വേണ്ടി രംഗത്തിറങ്ങുന്നത് മന്ത്രിമാരുടെ നീണ്ട നിരയാണ്. പൊതുസമ്മതരായ കൂടുതൽ നേതാക്കളെ രംഗത്തിറക്കാൻ ശ്രമിക്കുകയാണ് NDA. അതേസമയം UDFന് വേണ്ടി ദേശീയ നേതാക്കൾ തന്നെ വരും ദിവസങ്ങളിൽ നിലമ്പൂരിലെത്തും. ആര്യാടൻ ഷൗക്കത്തിന് വോട്ട് തേടി അടുത്തയാഴ്ച പ്രിയങ്ക ഗാന്ധി തന്നെ രംഗത്തിറങ്ങുന്നുണ്ട്. PV അൻവർ തെരഞ്ഞെടുപ്പിൽ ഫാക്ടറല്ല എന്ന് മുന്നണികൾ ആവർത്തിക്കുന്നുണ്ടെങ്കിലും നിലമ്പൂരിലെ സാഹചര്യം പ്രവചനാതീതമാണ്. അമൃത ന്യൂസ്, നിലമ്പൂർ. സ്വതന്ത്രനായാണ് മത്സരിക്കുന്നതെങ്കിലും വലിയ ആവേശത്തിൽ തന്നെയാണ് PV അൻവർ ഉള്ളത്. എന്നാൽ ഇത്തവണ കാടടച്ചുള്ള പ്രചാരണം അല്ല അൻവർ മുന്നോട്ട് വയ്ക്കുന്നത്. വലിയ പ്രചാരണത്തിന്റെ ആവശ്യമില്ലെന്നും 75,000-ലധികം വോട്ടുകൾ പിടിക്കുമെന്നുമാണ് അൻവർ പറയുന്നത്. അതിനിടെ JDSന്റെ ദേശീയ കൗൺസിൽ അംഗം ഉൾപ്പെടെ ഏതാനും പ്രവർത്തകർ തൃണമൂലിൽ ചേർന്നു. മത്സരം സ്വതന്ത്രനായിട്ടാണെങ്കിലും ഇടത് വലത് മുന്നണികൾക്കെതിരെ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞു തന്നെയാണ് PV അൻവറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം. കഴിഞ്ഞ 2 തവണത്തെയും പോലെ മണ്ഡലം മുഴുവൻ ചുറ്റിയുള്ള പ്രചരണം ഇത്തവണയില്ല. അവസാന ദിവസങ്ങളിൽ മാത്രം അക്കാര്യം ആലോചിക്കാമെന്നാണ് അൻവർ പറയുന്നത്. എന്നാൽ ആത്മവിശ്വാസത്തിന് ഒരു കുറവുമില്ല. 75,000 വോട്ട് മിനിമം പിടിച്ച് വലിയ വോട്ടിന്, അതൊരു പക്ഷേ 1 ലക്ഷത്തിലേക്ക് പ്രിയങ്ക ഗാന്ധി പിടിച്ച വോട്ടിലേക്ക് പോയാൽ നിങ്ങളാരും അത്ഭുതപ്പെടേണ്ടതില്ല. അത് ഒറ്റയടിക്ക് നമുക്ക് പറയാൻ കഴിയില്ല. ഈ പറഞ്ഞ 10,75,000 വോട്ട് നമ്മൾ ഇപ്പോൾ 25,000 വോട്ട് പിടിക്കാൻ വന്നതാണ്. ഇപ്പോൾ ഈ 3 ദിവസം മണ്ഡലത്തിലേക്ക് ഇറങ്ങി ജനങ്ങളുടെ ഇടയിൽ നടക്കുമ്പോൾ ഞാൻ കാണുന്നത്, ഞാൻ ഈ പറയുന്ന 75,000 തൊട്ട് 1 ലക്ഷം വരെ വോട്ട് പിടിക്കാനുള്ള ഒരു ട്രെൻഡ്, മനുഷ്യരുടെ മാനസികാവസ്ഥ അത് ഈ മണ്ഡലത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതിലേക്ക് എത്താനുള്ള പരിശ്രമം എല്ലാം നടത്തും ഞങ്ങൾ. ഇടത് വലത് മുന്നണികളുടെ കൊട്ടിഘോഷിച്ചുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തെയും അൻവർ പരിഹസിച്ചു. അടിസ്ഥാന വിഷയങ്ങൾ തമസ്കരിച്ചാണ് മുന്നണികളുടെ പ്രചരണമെന്നാണ് അൻവർ പറയുന്നത്. അപ്പോൾ ഒരാൾ പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരാൾ ഫാഷൻ ഷോ നടത്തുകയാണ്. അതിൻ്റെ ഇടയിൽ ഈ പാവപ്പെട്ട നെഞ്ചത്തെ എല്ലുന്തിയ പാവപ്പെട്ട തൊഴിലാളികളോടൊപ്പം ഞാനിങ്ങനെ പോവുകയാണ്. അപ്പോൾ അതിലിങ്ങളെന്താ വലിയ ഈ പറയുന്ന കൊട്ടിഘോഷിക്കപ്പെടൽ കാണില്ല എന്ന് ചോദിക്കുന്നതിൻ്റെ യാഥാർത്ഥ്യം അതാണ്. അപ്പോൾ ഒരു ഭാഗത്ത് ഫാഷൻ ഷോ നടക്കട്ടെ, മറുഭാഗത്ത് പ്രണയത്തെക്കുറിച്ചുള്ള ചർച്ച നടക്കട്ടെ. മനുഷ്യന്മാർ പട്ടിണി എടുക്കുമ്പോഴേ ഈ മലയോരത്ത്, അപ്പോൾ അതൊക്കെ ജനങ്ങൾ കാണട്ടെ. LDFൽ നിന്നും UDFൽ നിന്നും അസംതൃപ്തരായ ആളുകളെ കൂടെ കൂട്ടുകയാണ് PV അൻവർ ഇപ്പോൾ ചെയ്യുന്നത്. അതിന്റെ ഭാഗമായി JDS ദേശീയ കൗൺസിൽ അംഗം എരഞ്ഞിക്കൽ ഇസ്മയിലിന്റെ നേതൃത്വത്തിൽ നിരവധി പ്രവർത്തകർ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു. നിലവിലെ സാഹചര്യത്തിൽ ചെറുതല്ലാത്ത വോട്ട് അൻവർ പിടിച്ചാൽ മുന്നണികളുടെ കണക്കുകൂട്ടലുകൾ പാടെ തെറ്റും. അമൃത ന്യൂസ്, മലപ്പുറം. തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിൽ ചികിത്സ മുടങ്ങി. ഉപകരണങ്ങളും മരുന്നുകളും കിട്ടാതായതോടെയാണ് ഗുരുതര പ്രതിസന്ധി ഉണ്ടായത്. ന്യൂറോ ഇന്റർവെൻഷണൽ സർജറികൾ മാത്രമാണ് മാറ്റിവെക്കുന്നതെന്നും ഉപകരണങ്ങൾ വാങ്ങുന്ന നടപടികൾ തുടരുന്നതിനാലാണ് ഇതെന്നും ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് വിശദീകരിക്കുന്നു.
അടിയന്തര ശസ്ത്രക്രിയക്കായി കഴിഞ്ഞ ദിവസം ശ്രീചിത്രയിലെത്തിച്ച 49-കാരനെ ആവശ്യത്തിന് മരുന്നും ഉപകരണങ്ങളും ഇല്ലാത്തതിനാൽ ചികിത്സ നൽകാതെ ആശുപത്രിയിൽ നിന്ന് പറഞ്ഞുവിട്ടിരുന്നു. ലക്ഷങ്ങൾ മുടക്കി സ്വകാര്യ ആശുപത്രിയിലാണ് പിന്നീട് ശസ്ത്രക്രിയ നടത്തിയത്. 2 വർഷമായി കരാർ പുതുക്കാത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെന്റിന്റെ ഗുരുതര വീഴ്ചയാണ് ശസ്ത്രക്രിയ മാറ്റിവെക്കാൻ കാരണം. ദേശീയ പ്രാധാന്യമുള്ള ശ്രീചിത്ര പോലെയുള്ള ആരോഗ്യ സ്ഥാപനങ്ങളിൽ ഓരോ വർഷവും ഉപകരണങ്ങൾക്കും മരുന്നിനുമുള്ള കരാറുകൾ പുതുക്കണമെന്നാണ് ചട്ടം. മിനിമം സ്റ്റോക്ക് ആശുപത്രിയിലെത്തിച്ച് ചെലവാകുന്നതനുസരിച്ച് ബിൽ ചെയ്യുന്നതായിരുന്നു രീതി. കഴിഞ്ഞ 2 വർഷമായി ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് കരാർ പുതുക്കിയിട്ടില്ല. കഴിഞ്ഞ വർഷം വരെ കരാർ പുതുക്കാതിരുന്നിട്ടും കരാറുകാർ സ്റ്റോക്ക് എത്തിച്ചിരുന്നു. ഈ വർഷവും പുതിയ കരാർ ഒപ്പിടാതിരുന്നതോടെ ആശുപത്രിയിലുണ്ടായിരുന്ന സ്റ്റോക്ക് മുഴുവൻ കരാറുകാർ എടുത്തുകൊണ്ടുപോയി. ഇതോടെ ചികിത്സയും ശസ്ത്രക്രിയകളും പൂർണ്ണമായും മുടങ്ങി. തിങ്കളാഴ്ച മുതൽ ശസ്ത്രക്രിയകൾ നിർത്തിവെക്കേണ്ടി വരുമെന്ന് ചൂണ്ടിക്കാട്ടി വിവിധ വിഭാഗം മേധാവികൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർക്ക് കത്ത് നൽകി. ഉപകരണങ്ങളും മരുന്നുകളും ലഭ്യമാകാതെ വന്നതോടെയായിരുന്നു തീരുമാനം. ഉപകരണങ്ങൾ വാങ്ങുന്ന നടപടി തുടരുകയാണെന്നും ന്യൂറോ ഇന്റർവെൻഷണൽ സർജറികൾ മാത്രമാണ് മാറ്റിവെക്കുന്നതെന്നും ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് വിശദീകരണം നൽകി. മറ്റ് ശസ്ത്രക്രിയകൾക്ക് മാറ്റമുണ്ടാകില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കോഴിക്കോട് നഗരത്തിലെ റോഡരികിൽ കൂട്ടിയിടുന്ന ഹരിതകർമ്മസേനയുടെ മാലിന്യ ചാക്കുകെട്ടുകൾ നാട്ടുകാർക്ക് ഭീഷണിയാകുന്നു. ചാക്കുകെട്ടുകൾ കൊണ്ടുപോകാൻ വൈകുന്നത് കാരണം റോഡിലൂടെ നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. മഴ പെയ്താൽ ഇതിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന ദുർഗന്ധം വമിക്കുന്ന വെള്ളം ചവിട്ടി വേണം വിദ്യാർത്ഥികളും പ്രായമായവരും അടക്കം യാത്ര ചെയ്യാൻ. പ്രശ്നത്തിന് പരിഹാരമായി കോർപ്പറേഷൻ കൊണ്ടുവന്ന കണ്ടെയ്നറുകൾക്ക് പുറത്തും മാലിന്യ ചാക്കുകൾ കൂമ്പാരമാകുന്ന സ്ഥിതിയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. തുടങ്ങി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഇതാണ് കാഴ്ച. ഹരിതകർമ്മസേന ശേഖരിച്ച മാലിന്യ ചാക്കുകളുടെ വൻമതിൽ. വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യ ചാക്കുകൾ റോഡരികിൽ കൂട്ടിയിടും. പിന്നീട് അവിടെ നിന്നും മാറ്റുന്നത് ആഴ്ചകൾക്ക് ശേഷമാണ്. ചിലപ്പോൾ അതിലും കൂടുമെന്ന് നാട്ടുകാർ പറയുന്നു. മാറാടും ബേപ്പൂരും സ്കൂളുകൾക്ക് മുൻപിലാണ് ഈ ദുരവസ്ഥ. ഇതിവിടെ സ്ഥിരമായിട്ടുള്ളത് തന്നെയാണ്. ഇത് കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ കൂട്ടിയിടും. ഇടയ്ക്ക് വന്ന് കൊണ്ടുപോകും, പിന്നെ ഇതുപോലെ വരും. ഇത് ഈ മതിലിനേക്കാൾ ഉയരത്തിൽ വരാറുണ്ട്. എൻ്റെ ഇപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ കംപ്ലൈൻ്റ് ഒക്കെ പോകാറുണ്ട്. കാരണം ഇങ്ങനെ കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് വീണ് പോയാലോ എന്ന് വെച്ചിട്ട്. ഇപ്പോൾ ഇത് കുറേ ആയിട്ടുണ്ട്. മഴയത്തും ഇങ്ങനെ തന്നെ കിടക്കുന്നത്. മഴ പെയ്താൽ പിന്നെ ചാക്കിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന ദുർഗന്ധം വമിക്കുന്ന വെള്ളം ചവിട്ടി വേണം കുട്ടികൾ സ്കൂളിലെത്താൻ. വഴിയിലാണ് ഈ മാലിന്യത്തിൻ്റെ കെട്ടുകൾ ഉള്ളത്. അപ്പം പെട്ടെന്ന് മഴ വന്നു കഴിഞ്ഞാൽ എന്താണ്, കുട്ടികളെ സംബന്ധിച്ച് അത് നടന്നു വരാൻ വലിയ പ്രയാസമായിരിക്കും. അപ്പോൾ അത് കൊണ്ടിടുന്ന ആ സാധനം തന്നെ പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റാനുള്ളൊരു തീരുമാനം എടുത്താൽ, കാരണം കുട്ടികൾ നടന്നു വരുന്ന വഴിയായതുകൊണ്ടാണ്. അപ്പോൾ അതിനുള്ളൊരു നടപടികൾ ഒന്ന് പെട്ടെന്ന് ചെയ്യണമെന്നാണ് പറയാനുള്ളത്. ഇത് കാരണം തെരുവ് നായ ശല്യവും രൂക്ഷമാണ്. നമ്മളിവിടുത്തെ കൗൺസിലറോട് പറയാറുണ്ട്. അപ്പോൾ അവർ ആ സമയത്ത് മാറ്റും. പിന്നെയും ഇതേപോലെ തന്നെ കൊണ്ടുവയ്ക്കൽ തന്നെയാണത്. അത് പിന്നെ അതേമാതിരി കുറച്ച് അപ്പുറത്തേക്ക് ഇവിടങ്ങൾ കണ്ടില്ലേ, ആ മരത്തിൻ്റെ ചുവട്ടിലായിട്ട് ആ വേസ്റ്റ് ഭയങ്കര ബുദ്ധിമുട്ടാകും. ഭയങ്കര സ്മെല്ലാണത്. അത് ഞങ്ങൾ ഒരു പ്രാവശ്യം ഇതേപോലെ എല്ലാവരോടും പറഞ്ഞിട്ടൊക്കെ അത് മാറ്റാനൊക്കെ ഉള്ള ഓർഡറൊക്കെ ആയതാണ്. പിന്നെയും അവർ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാറ്റി. പിന്നെ കുറേ കഴിഞ്ഞിട്ട് ഇപ്പോൾ പിന്നെയും അവിടെ തന്നെയാണ് വയ്ക്കുന്നത്. അവിടെ നിന്നാണ് വേസ്റ്റൊക്കെ മാറ്റണത്. ഇപ്പോൾ ഇത് ഞങ്ങൾ പറയാറുണ്ട്. കാരണം നായ വരെ കയറിയിട്ട് കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. മാലിന്യം ശേഖരിക്കാൻ 2000 മീറ്റർ സ്ക്വയർ ഏരിയക്കടുത്ത് മാത്രമാണ് കോർപ്പറേഷന് സ്ഥലമുള്ളത്. ഇതോടെയാണ് റോഡരികിൽ മാലിന്യം കൂടിക്കിടക്കുന്ന പ്രശ്നം ഇല്ലാതാക്കാൻ യൂസ്ഡ് കണ്ടെയ്നറുകൾ സ്ഥാപിക്കുന്ന പദ്ധതി കോർപ്പറേഷൻ കൊണ്ടുവന്നത്. എന്നാൽ കണ്ടെയ്നറുകൾക്ക് പുറത്തും മാലിന്യ ചാക്കുകൾ കൂമ്പാരമാകുന്ന സ്ഥിതിയാണ്. പനി, മഞ്ഞപ്പിത്തം, ഡെങ്കിപ്പനി, കോവിഡ് തുടങ്ങിയവ കൂടുന്ന സാഹചര്യത്തിൽ ഈ അവസ്ഥ തുടർന്നാൽ അത് ജനങ്ങൾക്ക് വലിയ ഭീഷണിയാകും. ഇത് 1-2 ഇടങ്ങളിലെ അവസ്ഥയല്ല. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഇതുതന്നെയാണ് അവസ്ഥ. ഹരിതകർമ്മസേന ശേഖരിച്ച മാലിന്യ ചാക്കുകൾ ഇങ്ങനെ കുമിഞ്ഞുകൂടി കിടക്കുകയാണ്. ഈ പ്രശ്നത്തിന് എത്ര പരാതിപ്പെട്ടിട്ടും പരിഹാരവും ഉണ്ടാകുന്നില്ല. വർഷ ഗിരീഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യ ചാക്കുകൾ കൊണ്ടുപോകാൻ വൈകുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നം പലതവണ കൗൺസിലിൽ ഉന്നയിച്ചിട്ടുണ്ട് എന്നും പ്രശ്നത്തിന് പരിഹാരം കാണാൻ കോർപ്പറേഷന് കഴിയുന്നില്ല എന്നും കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് ശോഭിത പറഞ്ഞു.
ഈ ഹരിതകർമ്മ സേനക്കാർ കൊണ്ടുവയ്ക്കുന്ന ചാക്കിന് പുറമെ അതേ സ്ഥലത്ത് മറ്റാളുകൾ കൂട്ടിയിടുന്ന സാഹചര്യം വേറെയുണ്ട്. അപ്പോൾ ഈ മാലിന്യ ചാക്കുകൾ സമയബന്ധിതമായി ഇവർ പറഞ്ഞു, ഞങ്ങൾ ഒരുപാട് ഏജൻസികൾക്ക്, ആദ്യം ഒരു ഏജൻസി ആണെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടി സ്തുത്യർഹമായ സേവനം ജനങ്ങൾക്ക് ഉറപ്പുവരുത്തുന്നതിന് വേറെയും ഏജൻസികളെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ കാര്യങ്ങൾ പ്രഖ്യാപനത്തിൽ ഒതുങ്ങാന്നല്ലാതെ ഇതൊന്നും ശരിക്കും കൊണ്ടുപോകുന്നില്ല. ഇപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ശരിക്കും കഷ്ടം തോന്നും. പല ആളുകളും പറയാറുണ്ട്, നമ്മളോട് ഇത് കഴുകി ഉണക്കി വൃത്തിയാക്കി നനയാതെ സൂക്ഷിച്ച് നമ്മൾ മാലിന്യങ്ങൾ കൊടുക്കുമ്പോൾ മാസങ്ങളോളം ഓരോ പ്രദേശത്തും ഇത് നനഞ്ഞ് അവിടുത്തെ ആളുകൾക്ക് പ്രയാസമുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അപ്പം നമ്മൾ ഒരു ഭരണസമിതി അല്ലെ ഭരണ സംവിധാനത്തിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ പറയുന്ന ഒരു കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ കോഴിക്കോട് നിന്ന് വർഷ ഗിരീഷ് നൽകും. വർഷ, സ്കൂളുകൾക്ക് മുമ്പിലടക്കം ഇങ്ങനെ മാലിന്യ ചാക്കുകൾ കുന്നുകൂടി കിടക്കുന്നു. അതാണ് നമ്മൾ ആ വാർത്തയിലും ദൃശ്യങ്ങളിലും ഒക്കെ കണ്ടത്. എത്രമാത്രം വലിയ അനാസ്ഥയാണ് കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. എന്നിട്ടും കോർപ്പറേഷൻ എന്തുകൊണ്ട് ഒരു നടപടിയും എടുക്കുന്നില്ല? കോർപ്പറേഷൻ എന്താണ് ഇതെല്ലാം കണ്ടില്ല എന്ന് നടിക്കുന്നതിൻ്റെ കാരണം? നടപടികൾ നമുക്ക് പ്രതീക്ഷിക്കാമോ? കോർപ്പറേഷൻ ഈ ഒരു പ്രശ്നത്തിന് നൽകുന്ന വിശദീകരണം, ഈ കോർപ്പറേഷൻ പരിധിയിലെ 6 ഏരിയകൾ 6 ഏജൻസികൾക്കാണ് മാലിന്യം ശേഖരിക്കാൻ വേണ്ടി ചുമതല നൽകിയത്. എന്നാൽ ഷെഡ് നിറഞ്ഞെന്ന കാരണത്താൽ ചില ഏജൻസികൾ മാലിന്യം ശേഖരിക്കുന്നില്ല എന്നുള്ളതാണ് കോർപ്പറേഷൻ നൽകുന്ന വിശദീകരണം. അതുകൊണ്ട് തന്നെ ആ പ്രശ്നത്തിൽ എത്രയും പെട്ടെന്ന് പരിഹാരം കാണാനുള്ള നടപടിയിലേക്ക് കടക്കുന്നുണ്ട് എന്നും കോർപ്പറേഷൻ അറിയിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കോർപ്പറേഷനിലെ സ്ഥല പരിമിതി തന്നെയാണ്. ഈ മാലിന്യങ്ങൾ കൊണ്ടിടാൻ മതിയായ സ്ഥലം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. അതുകൊണ്ട് തന്നെയായിരുന്നു യൂസിഡ് കണ്ടെയ്നറുകൾ സ്ഥാപിച്ചത്. എന്നാൽ ഇതിനു ചുറ്റും മാലിന്യം കുമിഞ്ഞുകൂടുന്നൊരവസ്ഥയാണ് നിലവിലുള്ളത്. ഇത് വളരെയധികം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കാരണം മഴക്കാലം കൂടി ആയതോടുകൂടി ഈ ചാക്കുകളിൽ നിന്നെല്ലാം ഒലിച്ചിറങ്ങുന്ന വെള്ളം കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ കാലുകളിലാണ് ആവുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് അസുഖം വരാനുള്ളൊരു സാധ്യതയും വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയത്. പല ഭാഗങ്ങളിൽ നിന്നും ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. എന്നിട്ടും യാതൊരു പരിഹാരവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പരിഹാരം ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് ശോഭിത തന്നെ ഇക്കാര്യമാണ് അറിയിച്ചിട്ടുള്ളത്. പലതവണ കൗൺസിലിൽ ഇക്കാര്യം ഉന്നയിച്ചെങ്കിലും ഇതുവരെയും യാതൊരു പരിഹാരവും ഉണ്ടായില്ല. ആളുകളുടെ ജീവിതം, അതായത് ആരോഗ്യകരമായ ജീവിതം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ശാശ്വത പരിഹാരം കാണണമെന്നാണ് ആവശ്യം. ശരി, വർഷയാണ് വിശദാംശങ്ങൾ നൽകിയത്. പകർച്ചവ്യാധികളൊക്കെ പടർന്നു പിടിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വേഗം കോർപ്പറേഷനെതിരെ ഇതിന് നടപടിയെടുക്കണം, അല്ലെങ്കിൽ അത് വലിയ പ്രതിസന്ധിയാവും ഉണ്ടാക്കുക. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ KPCC അധ്യക്ഷനുമായ തെന്നല ബാലകൃഷ്ണപിള്ള അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 95 വയസ്സായിരുന്നു. KPCC ആസ്ഥാനത്ത് നാളെ രാവിലെ മുതൽ പൊതുദർശനം ഉണ്ടാകും. ഉച്ചയ്ക്ക് 1:30 ശാന്തി കവാടത്തിലാണ് സംസ്കാരം. ഏറെക്കാലമായി സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി സംസ്ഥാനത്തെ നെട്ടയത്തുള്ള സ്വവസതിയിൽ കഴിയുകയായിരുന്നു തെന്നല ബാലകൃഷ്ണപിള്ള. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് വിശ്രമ ജീവിതം നയിക്കുകയായിരുന്നു. രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് അന്ത്യം സംഭവിച്ചത്. മരണം അറിഞ്ഞയുടൻ കോൺഗ്രസ് നേതാക്കളും മന്ത്രിമാരുമടക്കം ആശുപത്രിയിലെത്തി. ഭൗതിക ശരീരം ഇപ്പോൾ നെട്ടയത്തെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. അന്തിമോപചാരം അർപ്പിക്കാൻ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ എത്തുകയാണ്. നാളെ രാവിലെ 10:30 വരെ വീട്ടിലെ പൊതുദർശനം തുടരും. അതിനുശേഷം KPCC ആസ്ഥാനത്താണ് പൊതുദർശനം. മുഖ്യമന്ത്രി നാളെ ഇന്ദിരാഭവനിലെത്തി അന്തിമോപചാരം അർപ്പിക്കും. ഉച്ചയ്ക്ക് 1 മണിവരെ KPCC ആസ്ഥാനത്ത് പൊതുദർശനം തുടരും. അതിനുശേഷം 1:30 ശാന്തി കവാടത്തിലാണ് സംസ്കാരം നടക്കുക. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഏവർക്കും സ്വീകാര്യനായ സൗമ്യനായ വ്യക്തിയായിരുന്നു തെന്നല ബാലകൃഷ്ണപിള്ള. 95-ാം വയസ്സിൽ ഒരു കാലഘട്ടം അറിയുമ്പോൾ പല തലമുറകളിലെ പ്രവർത്തകർ അദ്ദേഹത്തെ ഓർക്കുന്നതും അങ്ങനെ തന്നെയാണ്. ശബ്ദഘോഷങ്ങളില്ലാതെ സംസ്ഥാനത്ത് കോൺഗ്രസിനെ നയിക്കുകയും വിജയങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്ത നേതാവ്. ലീഡർ K. കരുണാകരനും AK ആന്റണിയും അടക്കി വാണിരുന്ന കാലത്ത് ഗ്രൂപ്പ് കലഹങ്ങൾ കലാപങ്ങളായി മാറുമ്പോൾ കോൺഗ്രസിലെ സമവായ ഫോർമുല അതായിരുന്നു തെന്നല ബാലകൃഷ്ണപിള്ള. ഗ്രൂപ്പുകളുടെ അതിപ്രസരത്തിൽ അധികാര വടംവലിയിൽ ഞെരിഞ്ഞമരുന്ന വേളയിൽ കോൺഗ്രസിലെ തർക്കപരിഹാര കമ്മിറ്റികളിൽ എക്കാലത്തെയും ചെയർമാൻ. പക്വതയോടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ അഗ്രഗണ്യൻ. ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം നേടി UDF 2001 അധികാരത്തിലേറുമ്പോൾ KPCCയുടെ അമരക്കാരൻ.
പക്ഷേ കൊടുമ്പിരി കൊണ്ട AI ഗ്രൂപ്പ് പോരിനൊടുവിൽ AK ആന്റണി മുഖ്യമന്ത്രിയായാൽ ഐ ഗ്രൂപ്പിൽ നിന്ന് KPCC അധ്യക്ഷൻ വേണമെന്ന K കരുണാകരന്റെ പിടിവാശിയിൽ ഒരക്ഷരം പോലും മിണ്ടാതെ K മുരളീധരന് വേണ്ടി പദവി ഒഴിഞ്ഞു നൽകി. ചെരുപ്പ് വാങ്ങാനായി കടയിൽ നിൽക്കുമ്പോൾ ഒട്ടും നനച്ചിരിക്കാതെ വരുന്ന ഒരു ഫോൺ വിളി. KPCC പ്രസിഡന്റ് സ്ഥാനം ഒഴിയണമെന്ന ഹൈക്കമാൻഡിന്റെ തീരുമാനം അറിയുന്നു. നേരെ ഇന്ദിരാഭവനിലെത്തി രാജി നൽകി പടിയിറങ്ങിയ സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ ആൾരൂപത്തെ പ്രകീർത്തിക്കാൻ അന്ന് പത്രങ്ങളൊക്കെ മത്സരിക്കുകയായിരുന്നു. തെന്നലയെ രാജിവെപ്പിച്ചത് തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ ട്രാജഡി എന്ന് AK ആന്റണിയും യാതൊരു വിസമ്മതവും കൂടാതെ തനിക്ക് ചുമതല നൽകിയെന്ന് K മുരളീധരനും ഈ വേളയിൽ അനുസ്മരിക്കുമ്പോൾ തെന്നലയെ കാലമടയാളപ്പെടുത്തുന്നതും 2001 പടിയിറക്കത്തിലൂടെ തന്നെയാണ്. 2 തവണ നിയമസഭാംഗവും 3 തവണ രാജ്യസഭാംഗവുമായി. ധനിക കുടുംബത്തിൽ ജനിച്ച നേതാവ്, പക്ഷേ പതിറ്റാണ്ടുകൾ നീണ്ട രാഷ്ട്രീയ ജീവിതത്തിൽ സ്വത്തുക്കൾ മുഴുവൻ പാർട്ടിക്ക് വേണ്ടി ത്യജിച്ച് മാതൃക കാട്ടി. തന്റെയും ഭാര്യയുടെയും സഹോദരങ്ങളുടെയും സ്വത്തുക്കൾ വരെ പൊതുപ്രവർത്തന രംഗത്ത് ത്യജിക്കേണ്ടി വന്നു. തലമുറകൾക്ക് മാതൃകയായാണ് തെന്നല എന്ന സൗമ്യതയുടെ മുഖം മടങ്ങുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തെന്നല ബാലകൃഷ്ണപിള്ളയുടെ വിയോഗത്തിൽ അനുശോചിച്ച് നേതാക്കൾ രംഗത്തെത്തി. അനുശോചനത്തിലേക്ക്. കേരളത്തിലെ കോൺഗ്രസിലെ സർവാദരണീയനായ നേതാവ് ശ്രീ തെന്നല ബാലകൃഷ്ണപിള്ളയായിരുന്നു. അദ്ദേഹത്തിന് കോൺഗ്രസിൽ എതിരാളികളില്ല. ഏറ്റവും ബഹുമാന്യനായ തെന്നല ബാലകൃഷ്ണപിള്ള സാറിൻ്റെ വേർപാടിലൂടെ കേരളത്തിലെ കോൺഗ്രസിന് അതിൻ്റെ തറവാട്ട് കാരണവരെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. കോൺഗ്രസിലെ താഴെയുള്ള അദ്ദേഹത്തിന് അടുത്തുള്ളതും പിന്നെയുള്ളതുമായ തലമുറകൾക്ക് വാരിക്കോരി നൽകിയിട്ടുള്ള ഒരു നേതാവിനെയാണ് നഷ്ടമായത്. അദ്ദേഹത്തിൻ്റെ വേർപാടിലുള്ള അഗാധമായ ദുഃഖം ഞാൻ പ്രകടിപ്പിക്കും. നേരത്തെ ഉണ്ടാക്കിയ എഗ്രിമെൻ്റ് അനുസരിച്ച് അദ്ദേഹത്തിനോട് പ്രസിഡന്റ് സ്ഥാനം ഒഴിയണം എന്ന് പാർട്ടിയുടെ ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം അന്ന് പ്രസിഡൻഷിപ്പ് എന്നെ ഏൽപ്പിച്ച സന്ദർഭം ഞാൻ ഓർക്കുക. ഒരിക്കലും ഒരു മുഖത്തൊരു പ്രയാസവും അദ്ദേഹം പുറത്ത് കാണിക്കാതെയാണ് പാർട്ടിയുടെ ഉത്തരവിനെ അദ്ദേഹം ശിരസ വഹിച്ചത്. തെന്നല സാറ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരു സൗമ്യ മുഖമായിരുന്നു. കേരളത്തിലെ കോൺഗ്രസിൽ എന്നെല്ലാം പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ടോ അന്നെല്ലാം തെന്നല സാറിനെ വിളിക്കുമ്പോൾ ആ പ്രതിസന്ധിക്ക് ഒരയവുണ്ടാകുമായിരുന്നു. പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച സത്യസന്ധനായ ഒരു രാഷ്ട്രീയ നേതാവായി നമുക്ക് അദ്ദേഹത്തെ വിലയിരുത്താൻ കഴിയും. തെന്നല ബാലകൃഷ്ണപിള്ളയുടെ നഷ്ടം കോൺഗ്രസിന് മാത്രമല്ല, അതുപോലെ തന്നെ UDF മാത്രമല്ല, കേരളത്തിന് തന്നെ വലിയ നഷ്ടമാണ്. സർവാദരണീയനും മാന്യനുമായ രാഷ്ട്രീയ നേതാവിനെയാണ് തെന്നല ബാലകൃഷ്ണപിള്ളയുടെ വിയോഗത്തിലൂടെ നഷ്ടമായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുസ്മരിച്ചു. അധികാരവും അധികാരമില്ലായ്മയും ഒരുപോലെയെന്ന് കണ്ട രാഷ്ട്രീയ ജീവിതത്തിനുടമയാണ് തെന്നല ബാലകൃഷ്ണപിള്ള. ഓരോ വിഷയത്തിലും സൂക്ഷ്മതയോടെയും അവധാനതയോടെയും അദ്ദേഹം ഇടപെട്ടിരുന്നുവെന്നും മുഖ്യമന്ത്രി ഓർമ്മിച്ചു. നേരത്തെ എത്തിയ കാലവർഷം കവർന്നെടുത്തത് ഇടുക്കിയിലെ കർഷകരുടെ സ്വപ്നങ്ങൾ കൂടിയാണ്. അതിതീവ്ര മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും വീശിയതോടെ ഏക്കർ കണക്കിന് സ്ഥലത്തെ ഏലം കൃഷി പാടെ നശിച്ചു. കഴിഞ്ഞ വർഷത്തെ കടുത്ത വേനലേൽപ്പിച്ച ആഘാതത്തിൽ നിന്നും ഏലം കൃഷി സാവധാനം ഉയർത്തെഴുന്നേറ്റു തുടങ്ങിയപ്പോഴാണ് അതിതീവ്ര മഴയും കാറ്റും വില്ലനായി എത്തിയത്. കഴിഞ്ഞ ഒരാഴ്ചയായി പെയ്ത മഴയിൽ ഇടുക്കിയിൽ 1159 കർഷകരുടെ ഉടമസ്ഥതയിലുള്ള 200 ഹെക്ടർ ഭൂമിയിലെ ഏലം കൃഷി നശിച്ചതായാണ് പ്രാഥമിക കണക്ക്. 1,40 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി. വിവിധ കൃഷി ഓഫീസുകളിൽ നാശനഷ്ടം സംബന്ധിച്ച് അറിയിപ്പ് നൽകിയവരെ അടിസ്ഥാനമാക്കിയുള്ള കണക്കാണിത്. നൂറുകണക്കിന് ഏലം കർഷകർ ഇനിയും അപേക്ഷ നൽകാനുണ്ടെന്നാണ് സൂചന. അങ്ങനെയെങ്കിൽ നഷ്ടത്തിന്റെ കണക്ക് ഇനിയും ഉയരും. ഒരുപാട് അങ്ങനെ കഷ്ടപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടി വരെ സ്വർണം പണയം വെച്ചും അങ്ങനെയൊക്കെയാണ് നമ്മളിപ്പോൾ ഈ കൃഷി ഇങ്ങനെ ചെയ്ത് നിലവിൽ കൊണ്ടു നടക്കുന്നത്. അങ്ങനെ സാഹചര്യത്തിൽ ഇത്രയും പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു കുറേ വർഷത്തെ അധ്വാനവും പ്രതീക്ഷയാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്. മഴയ്ക്കൊപ്പമെത്തിയ കാറ്റാണ് ഇത്തവണ വില്ലനായത്. ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും ചെടികൾ നശിച്ചു. കഴിഞ്ഞ വർഷത്തെ കടുത്ത വേനലിൽ നിരവധി കർഷകരുടെ ഏലം കൃഷി പാടെ നശിച്ചിരുന്നു. കടം വാങ്ങിയും മറ്റും വീണ്ടും പുതിയ കൃഷി ഇറക്കിയപ്പോഴാണ് മഴയും കാറ്റും വില്ലനായി എത്തിയത്. ഇത്തവണ മികച്ച വിലയും വിളവും ഉണ്ടായിരുന്നതിനാൽ വേനലേൽപ്പിച്ച പ്രതിസന്ധിയെ അതിജീവിക്കാനാകുമെന്നായിരുന്നു കർഷകരുടെ പ്രതീക്ഷ. ഈ പ്രാവശ്യത്തെ കാറ്റും മഴയും നമ്മൾ ചതിച്ചു. ലോൺ എടുത്തും ഗോൾഡ് പണയം വെച്ചും കുടുംബശ്രീ വഴിയായിട്ടൊക്കെ ഞങ്ങൾ ഒത്തിരി ലോണൊക്കെ എടുത്തൊക്കെയാണ് ചെയ്തത്. പക്ഷെ ഇത് കണ്ടു കഴിയുമ്പം സഹിക്കാൻ പറ്റുന്നില്ല. സർക്കാർ സംവിധാനങ്ങളുടെയോ സ്പൈസസ് ബോർഡിന്റെയോ സഹായമുണ്ടായാൽ മാത്രമേ ഇനി കർഷകർക്ക് പിടിച്ചു നിൽക്കാനാകൂ.
MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിലേക്ക് വരുമെന്ന് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ഈ മാസം അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രതിനിധികൾ കേരളത്തിലെത്തും. ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ കേരളത്തിൽ 2 കളികൾ നടത്തിയേക്കും. അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ കേരളത്തിൽ എത്തിയതിനു ശേഷം ആദ്യ തുക ട്രാൻസ്ഫർ ചെയ്യും. ഇതിനു മുമ്പ് അർജന്റീന ഇന്ത്യയിലെത്തിയത് 2011-ലാണ്. നിലവിലെ ചാമ്പ്യൻ കാർലോസ് അൽക്കാറസ് ഫ്രഞ്ച് ഓപ്പണിന്റെ ഫൈനലിലെത്തി. 2 മണിക്കൂറും 25 മിനിറ്റും നീണ്ടുനിന്ന മത്സരത്തിൽ 4ാം സെറ്റിന്റെ മധ്യത്തിൽ ലോറൻസോ മുസൈറ്റി പരിക്ക് മൂലം വിരമിച്ചതിനെ തുടർന്നാണ് അൽക്കാരസ് വിജയിച്ചത്. സ്കോർ 4-6, 7-6, 6-0, 2-0. കളം വിടുന്നതിന് മുന്നേ ഇരുവരും ആലിംഗനം ചെയ്തത് ഹൃദയഭേദകമായ കാഴ്ചയായി. 24 തവണ ഗ്രാൻഡ്സ്ലാം ചാമ്പ്യനായ നൊവാക് ജോക്കോവിച്ചും ലോക 1ാം നമ്പർ യാനിക് സിന്നറും തമ്മിലുള്ള മറ്റൊരു സെമി ഫൈനലിലെ വിജയിയാണ് അൽക്കാറസ് ഫൈനലിൽ നേരിടുക. ബംഗളൂരുവിലെ RCB വിക്ടറി പരേഡ് ദുരന്തത്തിൽ കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികളുടെ അറസ്റ്റ് തൽക്കാലത്തേക്ക് തടഞ്ഞു ഹൈക്കോടതി. അതേസമയം RCB മാർക്കറ്റിംഗ് ഹെഡ് നിഖിൽ സോലയുടെ അറസ്റ്റിൽ തൽക്കാലം ഇടപെടുന്നില്ലെന്ന് കർണാടക കോടതി അറിയിച്ചു. ആരോപണങ്ങൾ ശക്തമായ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി K. ഗോവിന്ദരാജുവിനെ മാറ്റി. ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ ദുരന്തത്തിൽ RCB മാർക്കറ്റിംഗ് ഹെഡിന്റെ അറസ്റ്റിൽ ഇടപെടുന്നില്ല എന്ന് കർണാടക ഹൈക്കോടതി വ്യക്തമാക്കി. ബംഗളൂരു വിമാനത്താവളത്തിൽ നിന്നാണ് RCB മാർക്കറ്റിംഗ് ഹെഡ് നിഖിൽ സോസലെ അറസ്റ്റിലായത്. സംസ്ഥാന സർക്കാരിന് പറയാനുള്ളത് കേൾക്കണമെന്നും കോടതി പറഞ്ഞു. ഈ വിഷയം കോടതി തിങ്കളാഴ്ച പരിഗണിക്കും. കേസെടുത്ത ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തെന്ന് നിഖിൽ സോസലെ അവകാശപ്പെട്ടു. എന്നാൽ അത്തരം വാദങ്ങളിൽ യുക്തിയില്ല എന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. അതേസമയം കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികൾക്കെതിരെ ഇനി കേസ് പരിഗണിക്കുന്നതുവരെ അറസ്റ്റ് നടപടികൾ പാടില്ല എന്നാണ് കോടതിയുടെ നിർദ്ദേശം. ഭാരവാഹികൾ അന്വേഷണവുമായി സഹകരിക്കണം. കേസ് ഇനി ജൂൺ 16-ന് പരിഗണിക്കും. അതേസമയം വിരാട് കോഹ്ലി അറസ്റ്റ് ചെയ്യണമെന്ന് സമൂഹമാധ്യമങ്ങളിൽ ആവശ്യമുയരുന്നു. വിരാട് കോഹ്ലിയുടെ ലണ്ടൻ യാത്ര കണക്കിലെടുത്താണ് RCBയുടെ വിജയാഘോഷം ബുധനാഴ്ച തന്നെ നടത്തിയതെന്നാണ് ആരോപണം. വിജയാഘോഷത്തിനിടെ മരിച്ചവരുടെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങളും പുറത്തുവന്നു. തിക്കിലും തിരക്കിലും പെട്ട മിക്കവരുടെയും മരണം ശ്വാസം മുട്ടിയെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മരിച്ചവരിൽ പലരുടെയും ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതമേറ്റു എന്നും റിപ്പോർട്ടിലുണ്ട്. ആരോപണങ്ങൾ ശക്തമായതിനെ തുടർന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി K. ഗോവിന്ദരാജുവിനെ മാറ്റിയിട്ടുണ്ട്. വിധാൻ സൗദയിൽ പരിപാടി വേണമെന്ന് നിർദ്ദേശിച്ചത് ഗോവിന്ദരാജു എന്നാണ് സൂചന. ഇന്റലിജൻസ് ADGP ഹേമന്ത് നിംബാർക്കർക്കും സ്ഥാനചലനമുണ്ട്. പല തലങ്ങളിൽ നിന്നുള്ള അന്വേഷണങ്ങളാണ് പുരോഗമിക്കുന്നത്. റിപ്പോർട്ടുകൾ ലഭിക്കുന്ന മുറയ്ക്ക് നടപടികൾ ഉണ്ടാകുമെന്നും ഉന്നത വൃത്തങ്ങൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.